മുന്നിലുള്ളവനെ വലിപ്പച്ചെറുപ്പം അളന്നുകുറിക്കാതെ ആരെയും ഒപ്പത്തിനൊപ്പം ഇരുത്തി മാത്രം സംസാരിക്കുന്ന മാമന്നന് തന്റെ ഇരിപ്പിടത്തിന്റെ പൊള്ളുന്ന ചൂടേൽക്കുന്നിടത്താണ് മാരി സെൽവരാജ് ആ ചിത്രത്തിന്റെ ആദ്യ ഖണ്ഡിക അവസാനിപ്പിച്ചത്. പഴക്കത്തിന്റെ തഴക്കം ബാധിച്ച ആ മരക്കസേരയിൽ അയാൾ പാറക്കല്ല് പോലെ ഇരിപ്പുറപ്പിച്ചത് ഒരു ജനതയെ മുഴുവൻ നിക്കവെച്ച സവർണ ഗർവിന്റെ നട്ടെല്ലു പൊട്ടിച്ചുകൊണ്ടാണ്. രത്നവേലിന്റെ ജാതി വരയ്ക്കും മകന്റെ ചോരത്തിളപ്പിനുമിടയിൽ അയാളുടെ കെഞ്ചൽ ഉയരുമ്പോൾ മാമന്നൻ പറയാൻ ഉറച്ച രാഷ്ട്രീയത്തിന്റെ കാതലിനോടടുക്കും. മുഖത്തേൽക്കുന്ന അടിയിലും തല ഉയർത്തി നിർത്തി അയാൾ പ്രതിരോധം തീർക്കുന്നിടത്ത് മാറ്റത്തിന്റെ മണമുയരും. അയഞ്ഞു വീഴുന്ന മുണ്ട് സ്വതസിദ്ധമായി വീണ്ടും അരയിൽ മുറുക്കി ഉറപ്പിച്ച് അയാൾ മകനൊപ്പം മടങ്ങി പോവുകയാണ്. അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന ഏതോ വൈകാരികതയിൽ തന്റെ നീണ്ടകാല രാഷ്ട്രീയ ജീവിതത്തിന്റെ റീക്യാപ്പ് മനസ്സിലോടിക്കുന്ന മാമന്നൻ. കാലാകാലങ്ങളായി തമിഴ് സിനിമാ പ്രേമികളെ എല്ലാം കുടുകുടെ ചിരിക്കി വെച്ച വടിവേലു ഒരു മോണോക്രോം വൈഡ് വിഷ്വലിൽ വാപൊത്തു നിന്ന് വിതുമ്പിയപ്പോൾ വേദന വന്ന് തുളഞ്ഞു കയറിയത് പ്രേക്ഷകരുടെ ഇടനെഞ്ചിലേക്കാണ്. പതിറ്റാണ്ടുകൾ കൊണ്ട് ആ മനുഷ്യൻ പടുത്തുയർത്തിയ കരിയറിന്റെ കൂടെ വിചിന്തനമാണ് വീരൻ മാമന്നനായി വടിവേലു സാക്ഷ്യപ്പെടുത്തിയത്. തൊലി നിറത്തിൽ നിന്നും പേരിന്റെ വാലിൽ നിന്നും ഇനിയും അടരാത്ത വർഗവെറി കൂടിയാണ് അയാൾ അവിടെ തച്ചുടച്ചത്. ഒരു ഹീറോയായി കുമാര വടിവേൽ നടരാജൻ എന്ന വടിവേലു തുടരുമ്പോൾ അതിന് ശക്തമായ രാഷ്ട്രീയ അടിത്തറ കൂടെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. സിനിമയിലേക്ക് ഒരു വേഷം കിട്ടിയ മാത്രയിൽ മധുരയിൽ നിന്നും ചെന്നൈയിലേക്ക് ഒരു ലോറിയിൽ ലിഫ്റ്റ് അടിച്ചെത്തിയ ചെറുപ്പക്കാരിൽ നിന്നും ഫഹദ് ഫാസിൽ എന്ന താരത്തെ സൈഡിലേക്ക് മാറ്റി നിർത്തി 100% ഹീറോ എന്ന അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന വടിവേലുവിലേക്ക് നീണ്ട 37 വർഷത്തിന്റെ ദൂരമുണ്ട്. ക്ലാസ് മുറിയിൽ നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ അവഹേളിക്കപ്പെട്ട ഒരു കുഞ്ഞിന്റെ മറുപടിയുടെ തീക്ഷ്ണതയുണ്ട്. അതിന് കഴിവുകളെ വില കുറഞ്ഞ ഹാസ്യത്തിലും സ്വയം കളിയാക്കുന്ന വേഷങ്ങളിലും കെട്ടിയിടേണ്ടി വന്ന യൗവനത്തിന്റെ തിരിച്ചടിയുടെ ചുറുക്കുണ്ട്. മാമന്നനിലും പിന്നെ എത്തുന്ന മാരീസനിലും വടിവേലു തെളിയിക്കുന്നത് അയാൾക്കുള്ളിലെ തന്നെ കലഹങ്ങളെ എന്ന് തോന്നിപ്പോകും. നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ വരികൾക്കിടയിലൂടെ വായിക്കുന്ന രീതിയില്ലേ, അതിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക ചുരുക്കം ചില പെർഫോമൻസിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിലൊരാളാണ് വടിവേലു സാർ എന്നാണ് ഫഹദ് പറഞ്ഞത്. വടിവേലു സാർ ഈ വേഷം ചെയ്യാമെന്ന് സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് ചിത്രം തമിഴിൽ ഏറ്റെടുത്തതെന്നും ഫഹദ് പറയുന്നു. ഹീറോയിസം കാണിക്കുന്ന നായകന് ദ്രോഹിച്ച് ചിരിക്കാൻ സൈഡിൽ ഒരു കോമാളിയായി നിന്നിരുന്ന അതേ നടനെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കുക. മധുരയുടെ തെരുവുകളിൽ പാടിയും ആടിയും നാടകം കളിച്ചും നടന്ന പിന്നീട് കുടുംബഭാരം തോളിൽ ഏൽക്കേണ്ടി വന്ന കുമാര വടിവേലിന്റെ ജീവിതം മാറ്റിയത് രാജ്കിരൺ എന്ന താരത്തെ കണ്ടുമുട്ടുന്നിടത്താണ്. ചെന്നൈയിലേക്ക് വന്നാൽ ചെറിയൊരു വേഷം തരാമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത് രാജ്കിരണാണ്. പിന്നീടുള്ള 4 വർഷക്കാലം അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് കഴിഞ്ഞതെന്നും പ്രത്യേകിച്ച് ശമ്പളമൊന്നും ഇല്ലാതിരുന്ന തനിക്ക് ആ ഓഫീസ് മുറിയാണ് തണലായതെന്നും വടിവേലു പറയുന്നുണ്ട്. കോമഡി കൈകാര്യം ചെയ്യാനുള്ള അയാളുടെ പ്രത്യേക കഴിവ് അധികം വൈകാതെ തന്നെ തമിഴ് സിനിമ തിരിച്ചറിഞ്ഞു. 1988 എൻ തങ്കെ കല്യാണി എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിൽ തുടങ്ങി നീണ്ടകാലം അയാൾ തന്റെ മേഖലയിലെ സൂപ്പർ താരമായി തിളങ്ങി നിന്നു. 2008 DMKക്കൊപ്പം പൊതുവേദിയിലെത്തിയ വടിവേലു സ്വന്തം വാക്കുകളിൽ വെട്ടിലായി. വിജയകാന്തിനെതിരെ നടത്തിയ പരാമർശം വിവാദമായി. അയാളുടെ വീടിന് നേരെ കല്ലേറുണ്ടായി. പൊതുവേദിയിൽ ചെരിപ്പറിഞ്ഞ് ജനം പ്രതിഷേധിച്ചു. അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് വിജയകാന്തും വധശ്രമത്തിന് വടിവേലുവും പരസ്പരം കേസ് കൊടുത്തു. വീണ്ടും 2011 DMKയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ കരുണാനിധിയെ വേദിയിലിരുത്തി വിജയകാന്തിനെതിരെ നടത്തിയ പ്രസംഗം അടുത്ത വിവാദങ്ങൾക്ക് തിരിതെളിച്ചു. വെള്ളത്തിൽ കപ്പലോടിക്കുന്നവനാണ് ക്യാപ്റ്റൻ, അല്ലാതെ എപ്പോഴും വെള്ളമടിച്ച് നടക്കുന്നവനല്ല എന്ന പരാമർശം വിജയകാന്ത് എന്ന താരത്തെയും രാഷ്ട്രീയക്കാരനെയും വെറുപ്പിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ DMK പരാജയപ്പെടുകയും ജയലളിത മുഖ്യമന്ത്രി പദവിയിൽ എത്തുകയും ചെയ്തതോടെ അയാളുടെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അപ്രഖ്യാപിത വിലക്കുകളുമായി വീട്ടിലിരുന്നു. എന്നാൽ 2009 ശേഷം വന്ന മുഖ്യധാരാ ചിത്രങ്ങളിൽ വടിവേലു അവിഭാജ്യ ഘടകമായിരുന്നു. വില്ല്, കന്ദസ്വാമി, പേരാൺമൈ, ആദവൻ, സുറൈ, തില്ലാലങ്കടി തുടങ്ങി ആ താരത്തെ വേണ്ടുവോളം ഉപയോഗിച്ച ചിത്രങ്ങൾ. കാവലൻകുഴ പ്രദർശനത്തിനെത്തിയതോടെ കോമഡികളുടെ സൂപ്പർ സ്റ്റാർഡം സ്വന്തമായി. കാവലനിൽ പ്രതിഫലം കുത്തനെ ഉയർത്തിയെന്ന വാർത്ത എത്തിയതോടെ നിർമ്മാതാക്കളുമായി തർക്കങ്ങൾ ഉയർന്നു. കോസ്റ്റ്യൂം ഡിസൈനറുമായുള്ള തർക്കത്തെ തുടർന്ന് സെറ്റ് വിട്ടുപോയ വടിവേലുവിനെ അവസരം കാത്തിരുന്ന പോലെ സംഘടന വിലക്കുന്നത് 2018 വിലക്ക് വന്നപ്പോഴും പടങ്ങൾ നഷ്ടമായി വീട്ടിലിരുന്നപ്പോഴും വടിവേലു ജനമനസ്സുകളിൽ തെളിഞ്ഞു തന്നെ നിന്നു. സംഭാഷണങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വടിവേലു താരമായി. കോവിഡ് കാലത്തെ പ്രേ ഫോർ നേസമണി എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തത് ജിയോഗ്രഫിക് ബൗണ്ടറികളില്ലാത്ത വെബ് ലോകമായിരുന്നു. ശൂന്യമായ കൈകളുമായി ചെന്നൈയിലെ AVM സ്റ്റുഡിയോയ്ക്ക് മുന്നിലെത്തിയ ചെറുപ്പക്കാരിൽ നിന്നും മണിക്കൂറിന് ലക്ഷങ്ങൾ മൂല്യമുള്ള താരമായും നായകനായും ഒരൊറ്റ രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ മാറിയതല്ല. കിട്ടിയ വേഷങ്ങളൊക്കെയും കെട്ടിയാടി ഉണ്ടാക്കിയെടുത്തതാണ്. അസാമാന്യ ഹ്യൂമർ സെൻസ് കൈമുതലാക്കി നേടിയതാണ്.
ആ യാത്രയുടെ തുടർച്ചയാണ് മാരീശൻ. നർമ്മത്തിനിടയിലും ഓർമ്മയുടെ അറ്റങ്ങൾ കണ്ടെടുത്ത് തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന വേലായുധമായിക്കൊണ്ട് മനുഷ്യവികാരങ്ങളെയും സമൂഹത്തിന്റെ ഇരുണ്ട നിഴലുകളെയും തീക്ഷ്ണമായി നോക്കിക്കാണുന്ന ചിത്രമെന്നാണ് കമൽഹാസൻ മാരീസനെ വിശേഷിപ്പിച്ചത്. രത്നവേലും മാമന്നനുമായി ഇരുപുറങ്ങളിൽ നിന്ന ഫഹദും വടിവേലും വീണ്ടും ഒന്നിക്കുന്നത് എന്ത് വിസ്മയത്തിനാകുമെന്ന് ഈ രാത്രി മറയുമ്പോൾ അറിയാം.